മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അനീഷ്, അപ്പാനിയും ഷാരികയും അക്ബറും ബിന്നി, ആദില നൂറയും റെനയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അനീഷ് പറയും, ലോകത്ത് നടക്കുന്ന ഡിവോഴ്സുകളെല്ലാം ഒരാളുടെ മാത്രം തെറ്റല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അനീഷ് പറയുന്നുണ്ട്. ഷാരിക ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അക്ബർ അപ്പോൾ തന്നെ പറയും, എനിക്കതിനോട് വിയോജിപ്പാണുള്ളത്. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഡിവോഴ്സും രണ്ടുപേരുടെയും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു മദ്യപാനിയുടെ ഭാര്യ, അയാൾ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്ന് ആ ഭാര്യനെ തല്ലുകയാണെങ്കിൽ ആ ഭാര്യ അയാളിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചാൽ എങ്ങനെയാണ് അത് ആ ഭാര്യയുടെ തെറ്റാകുന്നത്? ആ ഡിവോഴ്സിൽ ഒരാളുടെ മാത്രം തെറ്റാണ്. അതുകൊണ്ട് തന്നെ അനീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. എന്തായാലും അക്ബറിന് സപ്പോർട്ടായി ആദിലയും റെനയും ബിന്നിയൊക്കെ വരുന്നുണ്ട്. അവരും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അനീഷ് ഒരു മണ്ടത്തരം പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. അനീഷ് പറയുന്നത്, ഇപ്പോൾ ഭർത്താവ് ഒരു മദ്യപാനിയാണെങ്കിൽ ഡെയിലി തല്ലുന്നുണ്ടെങ്കിൽ അത് ആ ഭാര്യയ്ക്ക് സഹിച്ചാൽ പോരെ, അങ്ങനെ സഹിക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യേണ്ടി വരില്ലല്ലോ എന്നാണ് അനീഷ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാരികയുടെയും അനീഷിൻ്റെയും കയ്യിൽ നിന്നും അത് പോയി. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവിടെ കിടന്ന രണ്ടുപേരും മാക്സിമം ഉരുളുന്നുണ്ട്. അനീഷ് ലോകത്ത് നടക്കുന്ന മുഴുവൻ ഡിവോഴ്സുകൾ എന്ന് പറഞ്ഞതിലാണ് ഒരു തെറ്റ് പറ്റിയത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ്. അതുമല്ലെങ്കിൽ ലോകത്തിലെ ചില ഡിവോഴ്സുകൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അനീഷ് പറഞ്ഞ് ലോകത്ത് നടക്കുന്ന എല്ലാ ഡിവോഴ്സുകളും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അക്ബർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കയറി പിടിച്ചതും. ചിലപ്പോൾ അനീഷിൻ്റെ ഡിവോഴ്സ് സംഭവിച്ചത് അനീഷിൻ്റെയും ഭാര്യയുടെയും തെറ്റുകൾ കൊണ്ടാവാം, ഷാരികയുടെയും അങ്ങനെ തന്നെ ആവാം. അതായിരിക്കും അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പക്ഷേ എന്തായാലും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഡിവോഴ്സുകൾ പലതരത്തിൽ നടക്കാം. ചിലപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേർപിരിയുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തെറ്റ് ചെയ്തിട്ട് പിരിയുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ തെറ്റ് മാത്രം കൊണ്ട് പിരിയുന്നവരും ഉണ്ടാകാം. എന്തായാലും ഷാരികയുടെ കയ്യിൽ നിന്നും മൊത്തത്തിൽ പോയി. അക്ബർ നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഷാരിക തെറ്റാണ് പറഞ്ഞതെന്ന് അറിയാമെങ്കിലും അതിൽ സപ്പോർട്ട് ചെയ്തും ഷാരികയും സംസാരിക്കുന്നുണ്ട്. വലിയൊരു പൊട്ടിത്തെറിയാണ് ലൈവിൽ സംഭവിച്ചത്. പിന്നീട് അനീഷ് വന്ന് ഷാരികയോട് പറയുന്നുണ്ട്, നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു ടോപ്പിക്കിൽ നിന്നും നൈസായി മാറിപ്പോകുന്നുമുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.